അയോധ്യ ശ്രീരാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയിൽ ശങ്കരാചാര്യന്മാർ പങ്കെടുക്കില്ല എന്ന പ്രസ്താവന വ്യാജം. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ ശങ്കരാചാര്യ ജഗദ്ഗുരു ഭാരതി തീർത്ഥ മഹാസ്വാമിജി അതൃപ്തി പ്രകടിപ്പിച്ചിട്ടില്ല എന്ന ശൃംഗേരി മഠമാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. മഠത്തിന്റെ ഔദ്യോഗിക ട്വിറ്റർ ഹാൻഡിൽ വഴി പുറത്തുവിട്ട ലെറ്റർ പാഡിലുള്ള പ്രസ്താവനയിലാണ് വ്യാജ പ്രചരണങ്ങൾക്കെതിരെ സ്വാമിജി നിലപാട് വ്യക്തമാക്കിയത്. സനാതനധർമ്മത്തിന്റെ എതിരാളികളുടെ തെറ്റായ പ്രചരണങ്ങളിൽ വീഴരുത് എന്നും മഠത്തിന്റെ ഔദ്യോഗിക പ്ലാറ്റ്ഫോമുകളിലൂടെ പുറത്തുവിടുന്ന വിവരങ്ങൾ മാത്രം ആശ്രയിക്കാനും എല്ലാ ഭക്തരോടും മഠം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഹിന്ദി, ഇംഗ്ലീഷ്, കന്നഡ എന്നീ 3 ഭാഷകളിലെ ഔദ്യോഗിക കത്തുകളായിട്ടാണ് ശൃംഗേരി മഠം ഈ സുപ്രധാന അറിയിപ്പ് പുറത്തിറക്കിയത്. ഈ പ്രസ്താവനയിൽ ശൃംഗേരി മഠത്തിന്റെ സിഇഒയും അഡ്മിനിസ്ട്രേറ്ററും ഒപ്പിട്ടിട്ടുണ്ട്. ശ്രീരാമന്റെ ജന്മസ്ഥലം വീണ്ടെടുക്കുവാനുള്ള 500 വർഷത്തെ പോരാട്ടം ഫലം കണ്ടെത്തിയതിലുള്ള സന്തോഷവും ശൃംഗേരി മഠം കത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശം 5 നൂറ്റാണ്ടുകളുടെ പോരാട്ടത്തിനൊടുവിൽ പാവനമായ അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രത്തിൽ ഭഗവാൻ ശ്രീരാമന് വേണ്ടി നിർമ്മിച്ച മനോഹരമായ ക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടക്കുന്നത് എല്ലാ ആസ്തികർക്കും സന്തോഷകരമായ കാര്യമാണ്. പ്രാണപ്രതിഷ്ഠയിൽ ജഗദ്ഗുരു ഭാരതി തീർത്ഥ മഹാസ്വാമിജിക്ക് അതൃപ്തി ഉണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ തെറ്റാണ് എന്ന് ഈ പ്രസ്താവനയിൽ ഊന്നി പറയുന്നു. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന അവസരത്തിൽ നമ്മുടെ ധർമ്മത്തിന്റെ ചില ശത്രുക്കൾ സോഷ്യൽ മീഡിയയിൽ ചില പോസ്റ്റുകൾ പ്രചരിപ്പിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ദക്ഷിണാംനായ ശൃംഗേരി ശാരദ പീതാധീശ്വരന്റെയും പരമ പൂജ്യ ജഗദ്ഗുരു ശങ്കരാചാര്യ ശ്രീ ശ്രീ ഭാരതി തീർത്ഥ മഹാസ്വാമിജിയുടെയും ഫോട്ടോ പതിപ്പിച്ച ഒരു പോസ്റ്റിൽ ശൃംഗേരി ശങ്കരാചാര്യൻ പ്രാണപ്രതിഷ്ഠയിൽ അതൃപ്തി പ്രകടിപ്പിച്ചതായി പറയുന്നു. ശൃംഗേരി ശങ്കരാചാര്യർ അങ്ങനെയൊരു സന്ദേശം നൽകിയിട്ടില്ല. ശങ്കരാചാര്യൻ പ്രാണപ്രതിഷ്ഠയിൽ അതൃപ്തി പ്രകടിപ്പിച്ചതായി പറയുന്നത് നമ്മുടെ ധർമ്മത്തെ ദുഷിപ്പിക്കുന്ന ശത്രുക്കളുടെ തെറ്റായ പ്രചരണം മാത്രമാണിത്. അതിനാൽ ഇത്തരം തെറ്റായ പ്രചരണങ്ങൾ അവഗണിക്കാനും ശൃംഗേരി ശാരദാപീഠത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റും ഔദ്യോഗിക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ മാത്രം പ്രസിദ്ധീകരിച്ച കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് എല്ലാ ഭക്തരോടും അഭ്യർത്ഥിക്കുന്നു. കൂടാതെ കഴിഞ്ഞ വർഷം ദീപാവലിയോടനുബന്ധിച്ച പീഠത്തിന്റെ ശാരദാപീഠം എന്ന യൂട്യൂബ് ചാനലിലൂടെ അയോധ്യയിൽ വരാനിരിക്കുന്ന പ്രാണപ്രതിഷ്ഠ മണ്ണിൽ ധ്യാനിച്ചുകൊണ്ട് എല്ലാ ഭക്തരും രാമതാരക മഹാതന്ത്ര ജപത്തിൽ ഏർപ്പെടണമെന്ന് അറിയിക്കുന്ന ശൃംഗേരി ജഗദ്ഗുരുവിന്റെ സന്ദേശം പ്രസിദ്ധീകരിച്ചതായി കത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതനുസരിച്ച് മഠത്തിന്റെ ഭക്തർ ധാരാളമായി മഹാമന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുന്നു എന്നും കത്തിൽ പറയുന്നു. ഏറ്റവും പവിത്രവും അപൂർവമായ ഈ പ്രാണപ്രതിഷ്ഠയിൽ ഓരോ ആസ്തികനും ഉചിതമായി പങ്കെടുത്ത ഭഗവാൻ ശ്രീരാമന്റെ അതിരുകളില്ലാത്ത കൃപയ്ക്ക് പാത്രമാകട്ടെ എന്നും പൂജ്യ ശൃംഗേരി ശങ്കരാചാര്യർ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കത്ത് അവസാനിപ്പിക്കുന്നത്. ഇതോടെ അയോധ്യ പ്രാണപ്രതിഷ്ഠയിൽ ശങ്കരാചാര്യർക്ക് വിയോജിപ്പെട്ട എന്ന രീതിയിൽ ചില കേന്ദ്രങ്ങളിൽ നടത്തിയ ദുഷ്പ്രചാരണത്തിന് മുനയാണ് ഒടിഞ്ഞിരിക്കുന്നത്.